നമുക്കിന്ന് ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ദോശ ഉണ്ടാക്കണേ. ഇതിന് വേണ്ട സാധനങ്ങൾ: ഗോതമ്പ് പൊടി, ഉപ്പ്, സവോള, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്. ക്യാരറ്റ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുത്ത് ഈ ഗോതമ്പ് മാവിൻ്റെ കൂടെ ചേർക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങും ഗോതമ്പ് പൊടിയും കൂടി മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. അതിനുശേഷം സവോളയും ഇതൊക്കെ ചേർത്താലും മതി. ഞാനിപ്പോൾ അങ്ങനെയല്ല, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഗോതമ്പ് പൊടിയിൽ ഇട്ട് ഉപ്പ് അത്യാവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ ഇത് സാധാരണ ദോശമാവിൻ്റെ അയവിൽ കലക്കിയെടുത്താണ് കേട്ടോ. ഇത് നമുക്ക് ദോശമാവിലും ചെയ്യാട്ടെ. എങ്ങനെ നമുക്ക് ഇനി ഇത് ചുട്ടെടുക്കാം. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് വരട്ടാം കേട്ടോ. മുകളിൽ മല്ലിയില ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ഇടാം കേട്ടോ. എനിക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ ഞാൻ മല്ലിയില ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് നെയ്യ് വരട്ടാം കേട്ടോ നമുക്ക്. ഞാനിത് ചെറിയ കുട്ടി ദോശയായിട്ടുണ്ട് ഉണ്ടാക്കി വിട്ടണത്. നമുക്ക് വലിയ ദോശയായിട്ട് ചൂടാം കേട്ടോ. ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് വരട്ടാം. അപ്പം നമുക്ക് ഇതിൽ നെയ്യ് വരട്ടാം. ഈ ദോശയിൽ നമുക്ക് നെയ്യ് വരട്ടാം. ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഇത് കറിയില്ലാതെ കഴിക്കാം. കറിയോ അല്ലെങ്കിൽ ചട്നിയോ എന്ത് വേണമെങ്കിലും ഒക്കെ. ഞാനിത് ഗ്രീൻ പീസ് കറി ആണ് വെച്ചത് കേട്ടോ.